Hi all, welcome to our new session. Today we are going to deal with the chapter, the poem, Refugee Mother and Child. So, Refugee Mother and Child is a heart-touching poem. It was written by Chinua Achebe. ഈ ഒരു ചാപ്റ്ററിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ സമ്മറി, ദാറ്റ് മീൻസ് ദ അപ്രീസിയേഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ആയിട്ട് നമുക്ക് കീ പോയിന്റ്സും കൂടെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഈ ഒരു പോയം റീഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓതറിനെ, അതിന്റെ പോയിന്റിനെ നമ്മൾ വല്ലാതെ, അദ്ദേഹം ഈ കുറച്ച് വരികളിൽ ആ ഹാർഡ്ഷിപ്സ് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തരുമ്പോൾ we have to know something about Chinua Achebe. Chinua Achebe is the poet. He was a renowned Nigerian novelist, poet, professor, and a critic. Best known for his novel Things Fall Apart. It was published in the year 1958. Things Fall Apart is actually his magnum opus. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് വർക്ക് ആയിട്ടുള്ള ഒന്നാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന നോവൽ. സോ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡിന്റെ അപ്രിസിയേഷൻ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചിനുവ അച്ചേബയെ കുറിച്ച് ഒരു വരിയിലെങ്കിലും മെൻഷൻ ചെയ്യാൻ +1 സ്റ്റുഡന്റ് ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കണം. അതിനാണ് എക്സ്ട്രാ മെൻഷനിങ് എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ പറയുന്നു, ഹി വാസ് എ റിനൗണ്ട് നൈജീരിയൻ നോവലിസ്റ്റ്, പോയിറ്റ്, പ്രൊഫസർ ആൻഡ് എ ക്രിട്ടിക്. മിനിമം അത്രയുമെങ്കിലും ഓർത്ത് എഴുതാനായിട്ട് ട്രൈ ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. So refugee, mother and child. So heart touching ആണ്. At the same time ആ picture of mother and child is something that haunting, അല്ലെ, നമ്മളെ വല്ലാതെ വേട്ടയാടുന്ന പോലെ ഉള്ള ഒരു പിക്ചറാണ് ചിനുവ അച്ചേബെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ റെഫ്യൂജി ക്യാമ്പ്, ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നടക്കുന്ന ദാരുണമായ ഒരു അവസ്ഥയാണ്. നമുക്ക് അപ്രിസിയേഷനിലേക്ക് കിടക്കാം. പോയത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ കുറച്ച് വരികളുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പോയമാണ് നമ്മുടെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ സമ്മറി ഇൻ അതർ ടേംസ് അപ്രിസിയേഷൻ തന്നെയാണ്. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് തന്നെയാണ്. നിങ്ങളുടെ +1 ഈക്വലൻസി ടെക്സ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിൽ ഒന്ന് തന്നെയാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത് അപ്രിസിയേഷൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം 3-4 വരികൾ മാത്രം തന്നിട്ട് എക്സ്പ്ലെയിൻ ദോസ് ലൈൻസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തുടക്കത്തിലുള്ള കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിട്ടും റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. സോ ദ പോയം സ്പീഡ്ലി നമുക്ക് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന പോയത്തിലൂടെ ഒന്ന് കടന്നു പോകണം. സോ അപ്രിസിയേഷൻ തന്നെയാണ്. ലെറ്റ്സ് read it. The poem Refugee Mother and Child by Chinua Achebe deals with the sadness of death. ഡെത്തിന്റെ, മരണത്തിന്റെ ആ ഒരു വിഷമം, ആ സാഡ്നെസ് ആണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുക. The author conveys this theme by creating a tragic atmosphere through the introduction of shocking images and strong words. So he was creating a tragic atmosphere. വായിക്കുന്ന ഓരോ റീഡറിനും ആ ട്രാജിക് അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ആ ഓതർ തീം നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നതിനോടൊപ്പം ആ ഷോക്കിംഗ് ആയിട്ടുള്ള ഓരോ ഇമേജസും അദ്ദേഹത്തിന്റെ സ്ട്രോങ് വേർഡ്സിൽ കൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങളുടെ ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ചിനുവ അച്ചേബയെ കുറിച്ചൊരു വാക്ക്, പോയം ഏതാണെന്നുള്ളത് ഡബിൾ മെൻഷനിങ് ആണ്, ഇൻവെർട്ടർ കോമയിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ജസ്റ്റ് ഒരു തീം, എന്തെങ്കിലും ഒരു വരിയിലെങ്കിലും തീം ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ. ഇറ്റ് മേ ബി ഒരു 2-3 ലൈൻസിന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്, നിങ്ങൾ അതിനെ അപ്രിസിയേഷനെ എഴുതേണ്ടത്. ഓക്കെ. At the beginning, in the first stanza, the author strikes us by telling us the child will soon die. ചൈൽഡ് ഉടനെ മരിക്കും എന്നുള്ളത് വളരെ തുടക്കത്തിൽ തന്നെ നമ്മളോട് ഓതർ പറയാണ്, അല്ലെ? So for a son she soon will have to forget. ആ വരികളില്
അമ്മ കുട്ടിയെ വളരെ വേഗം തന്നെ മറക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി ഉടനെ തന്നെ മരിക്കും എന്നുള്ള അർത്ഥം തന്നെയാണ്. The strong image of a mother and her son is more touching than the Madonna and child. ഒപ്പം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, no Madonna and child could touch that picture of a mother's tenderness എന്ന്. സോ ആ അമ്മയുടെ കൈൻഡ്നെസ് ഇല്ലേ, ആ റെഫ്യൂജി ക്യാമ്പിൽ കഴിയുന്ന ആ അമ്മയുടെ കൈൻഡ്നെസ്സിന് മുന്നില് മഡോണ ആൻഡ് ചൈൽഡിന്റെ, വെർജിൻ മേരിയുടെയും ജീസസ് ക്രൈസ്റ്റിന്റെയും ഒക്കെ, ജീസസിന്റെയും ഒക്കെ, ഇൻഫന്റ് ജീസസിന്റെയും ഒക്കെ പടം ഒന്നുമല്ലാതെ ആകുന്നു എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. The use of alliteration in a son she soon reinforces the idea of proximity of death. സോ അവിടെ ഒളിഞ്ഞു കിടപ്പുള്ള ഒരു അലിട്രേഷനും കൂടെ പറഞ്ഞോട്ടെ. അലിട്രേഷൻ എന്ന് പറയുന്നത് റെപ്പിറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ആണ്. എസ് ഓ എന്നുള്ളത്, എസ് എന്നുള്ള ആ ശബ്ദം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുകയാണ് സൺ ഷി സൂൺ എന്ന് പറയുന്നിടത്ത്. സോ അവിടെ ആ ഒരു അലിട്രേഷൻ കൊണ്ട് കവി ഒന്നും കൂടി ആ ഡെത്തിന്റെ പ്രോക്സിമിറ്റിയെ നമ്മളിലേക്ക് ഇൻഫോഴ്സ് ചെയ്ത് തരികയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്, ദ ഓതർ യൂസസ് സിമ്പിൾ ആൻഡ് സ്ട്രോങ് വൊക്കാബുലറി. പദസമ്പത്ത് എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ഒരു ചിനുവാശ്ശേരിയുടെ ഓരോ വരികളിലും അതിന്റെ കാഠിന്യം, സ്ട്രോങ് വേർഡ്സ് ആണ് ഓരോന്നും. ഗിവിംഗ് മോർ എംഫാറ്റിക് ടു വാട്ട് ഈസ് ആക്ച്വലി സെഡ് ദാൻ ടു ദ വേ ഇറ്റ് ഈസ് സെഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പറയുന്ന വാക്കുകളെക്കാൾ പറയുന്ന രീതിക്കാണ് പ്രാധാന്യം എന്നല്ലേ. ഇപ്പൊ ഒരു സങ്കട വാർത്തയാണെങ്കിലും നമ്മൾ അതൊരു ഒരാളിലേക്ക് എത്തിക്കുന്നതിനൊരു ഇറ്റ്സ് എ വേ, ദർ ഇസ് എ വേ ടു സെഡ് ഇറ്റ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അത് തന്നെയാണ് ചിനുവാച്ചേബി ഇവിടെ ചെയ്തിരിക്കുന്നത്. വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോകാതെ ഹി ജസ്റ്റ് ദ വേ ഇറ്റ് ഇസ് സെഡ്, അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യിപ്പിക്കുന്ന, ഓരോ റീഡറിനെയും പിടിച്ചിരുത്തി കളയുന്ന ഒരു പോയമാണ്. This also helps in creating the tragic atmosphere by the use of words such as diarrhea or washed out ribs or dried up bottoms. പോയത്തിന്റെ വരികളിലായിട്ട് ചിന്നി ചിതറി കിടക്കുന്ന ചില വാക്കുകളാണല്ലേ ഡയറിയ. ഡയറിയ എന്നുള്ള ടേമൊന്നും നമ്മളൊരു കവിതയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെ. ലൂസ് മോഷനോ അങ്ങനെ ഒരു വാക്കും നമ്മൾ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒന്നും കവിതകളിൽ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ഒരു റീഡറിന്റെ മുന്നിലേക്ക് അവിടെ അൺവാഷ്ഡ് ആയിട്ടുള്ള ഡയറിയ ബാധിച്ച കുട്ടികളുണ്ട്, വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള റിബ്സ് ഉള്ള കുട്ടികളുണ്ട്. അവരുടെ റിബ്കേജ് ഒക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ വാരിയലുകളൊക്കെ ഉന്തിയിരിക്കുന്നു. ഡ്രൈഡ് അപ്പ് ബോട്ടംസ്, അവരുടെ ഒന്നുമില്ല, ഡ്രൈഡ് അപ്പ് ആയിട്ടുള്ള ബോട്ടംസ് ആണ് അവരുടേത് എന്നൊക്കെ പോയിട്ട് നേരെ നമ്മളോട് ഇനി പറയാണ്. ത്രൂ ഹിസ് സ്ട്രോങ് വേർഡ്സ് we can clearly see that the child is suffering from starvation. കുട്ടിക്ക് അവിടെ പട്ടിണിയാണ് എന്നുള്ളത്, ആ റെഫ്യൂജി ക്യാമ്പില് അവര് പോവേർട്ടി അനുഭവിക്കുന്നുണ്ട്, അവര് സ്റ്റാർവേഷന് ഇരകളാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അപ്പിയറൻസ് പറയുമ്പോൾ തന്നെ. സോ കണ്ടിന്യൂവേഷൻ ആണ്. When the poet mentions the ghost smile, അമ്മ കുട്ടിയെ ഇങ്ങനെ തലോടുമ്പോ അവളുടെ ചുണ്ടിനിടയില് ഒരു ഗോസ്റ്റ് സ്മൈൽ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഷീ ട്രൈസ് ടു എക്സ്പ്രസ് ദാറ്റ് there once was a smile between her teeth. ഈ കുഞ്ഞ് ജനിച്ചപ്പോ അമ്മയ്ക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാണും അല്ലെ. ആ സന്തോഷത്തിന് അവസാനിക്കാൻ പോകുന്ന ദിവസമാണെന്ന് അറിഞ്ഞിട്ടും അവള് പതുക്കെ കുഞ്ഞിനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ തലോടുന്നത്. But now it is slowly disappearing, referring to a ghost. But something still remains. She still remembers or longs for her mother's pride. അമ്മയാകുമ്പോൾ ഉള്ള ഒരു അഭിമാനവും ഒരു പ്രൈഡ് ഫീലിംഗും ഒക്കെ ഇല്ലേ, ആ ഫീലിംഗിൽ തന്നെയാണ് നമ്മുടെ റെഫ്യൂജി മദറും ഉള്ളത്. സോ ഷീ സ്റ്റിൽ ഹാവ് ദ പ്രൈഡ് ആസ് എ മദർ. അവൾ കുട്ടിയെ ഇങ്ങനെ തലോടുമ്പോ ഒരു ഗോസ്റ്റ് സ്മൈലാണ് അവളുടെ ചുണ്ടുകളിൽ നിന്ന് പോയിട്ട് പറയുന്നു. The fact that most mothers they had long ceased to care but not this one. വീണ്ടും പോയത്തിൽ നിന്നുള്ള വരികൾ തന്നെയാണ് തന്നിട്ടുള്ളത്. Most mothers they had long ceased to care but not this one. എല്ലാ അമ്മമാരും റെഫ്യൂജി ക്യാമ്പിലുള്ള ഓരോ സ്ത്രീകളും അവരുടെ മക്കളെ നോക്കുന്ന ആ ഒരു രീതി നിർത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം അവർക്ക് തീർച്ചയായിട്ടും അവർക്കറിയാം മാൽന്യൂട്രീഷൻ കാരണം, ഡിസീസസ് കാരണം കുട്ടികൾ മരിക്കും. അത് ഉറപ്പുള്ള കാര്യമായതുകൊണ്ട് they long ceased means stopped to care but not this one. ഈ അമ്മയ്ക്ക് മാത്രം കുട്ടീനെ നോക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ മരണം അടുത്തു എന്നറിഞ്ഞിട്ടും കുഞ്ഞിനെ കയ്യിൽ എടുത്തു വെച്ച് തലോടുന്ന അമ്മ. It reinforces the idea that she still wants to share time with her son. അല്പസമയം കൂടിയേ ജീവനുള്ള മകനൊപ്പം ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിട്ടും അമ്മ അവിടെ തന്നെ തുടരുകയാണ്.
A very shocking image used in the poem is one where the mother combs her son. മറ്റൊന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മളിലേക്ക് തരുന്നത് കുട്ടിയുടെ തലോടുമ്പോ അവന്റെ തലയോട്ടിയിൽ അവശേഷിക്കുന്ന ആ കുഞ്ഞ് മുടികൾ ഇങ്ങനെ തലോടി കൊടുക്കുമ്പോ ആസ് പുട്ടിംഗ് ഫ്ലവേഴ്സ് ഇൻ എ ടൈനി ഗ്രേവ്, ഒരു ചെറിയ കുഴിമാടത്തിൽ പൂക്കള് വെക്കുന്നത് പോലെയാണ് അത് എന്ന് പോയിട്ട് പറയുന്നുണ്ട്. പ്രിപ്പയറിംഗ് ഹിം ഫോർ ഹിസ് ഫ്യൂണറൽ, അവന്റെ ശവസംസ്കാരത്തിന് അവനെ തയ്യാറെടുപ്പിക്കുന്നത് പോലെയായിരുന്നു അത്. The author expressed the sadness of death by showing the way a mother says goodbye to her son. Sadness of death ആണ് പോയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് കാണിക്കുന്ന രീതി, അമ്മ അവരുടെ സ്വന്തം മകന് ഗുഡ് ബൈ പറയുന്ന, എറ്റേണൽ പീസിലേക്ക് പോകുന്ന, മരണത്തിലേക്ക് പോകുന്ന കുഞ്ഞിനെ നോക്കി ഗുഡ് ബൈ പറയുന്ന ഒരു സീനാണ് ശരിക്കും, അല്ലെ? റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. സോ ദിസ് ഈസ് ദി അപ്രീസിയേഷൻ. ജസ്റ്റ് നോ, അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോയത്തിലെ വരികൾ കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ നല്ലതാണ്. ഒപ്പം ഓതറിന്റെ പേരും പോയവും ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് തീമൊക്കെ പറഞ്ഞ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ആണ്. നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാണ്. ഈ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന പോയത്തിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. So there is a good chance they may ask poem related ആയിട്ടുള്ള മറ്റു ചോദ്യങ്ങളും ചോദിച്ചേക്കാം. So first question is, comment on the heart-rending sights at the refugee camp. ഹാർട്ട് റെൻഡിങ് എന്ന് പറയുന്നുണ്ട് അല്ലെ, ഹൃദയഭേദകമായ ആ കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ പല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യന്റെ മീനിങ് ഹാർട്ട് റെൻഡിങ് ആയിട്ടുള്ള ആ സൈറ്റ്, റെഫ്യൂജി ക്യാമ്പിൽ കണ്ട ആ കാഴ്ചകളെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പുസ്തകത്തില് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ റെഫ്യൂജി ക്യാമ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. യു ക്യാൻ യൂസ് ദിസ് ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. സോ റെഫ്യൂജി ക്യാമ്പ് ഈസ് ഫിൽഡ് വിത്ത് സൈറ്റ്സ് ഓഫ് പെയിൻ ആൻഡ് മിസറി. കാഴ്ചകളാണ് അല്ലെ, വേദനയുടെയും യാതനകളുടെയും ഒക്കെ കാഴ്ചകൾ മാത്രമാണ് റെഫ്യൂജി ക്യാമ്പിലുള്ളത്. അൺവാഷ്ഡ് ചിൽഡ്രൻ വിത്ത് ഡയറിയ വോക്ക് അറൌണ്ട്. ഡയറിയ ബാധിച്ച കുട്ടികള് അവിടെ ഒക്കെ നടക്കുന്നുണ്ട്. അവരെല്ലാം അൺവാഷ്ഡ് ആണ്. അവരെ കഴുകാനൊന്നും അവിടെ അത്യാവശ്യം, അവർക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. ശുദ്ധജലമില്ല, പ്യുവർ വാട്ടർ അവിടെ ഇല്ല. The children have prominent ribs due to malnutrition and starvation. അവരുടെ റിബ്സ് ഉന്തിയിരിക്കുകയാണ് മാൽന്യൂട്രീഷൻ കൊണ്ടും സ്റ്റാർവേഷൻ കൊണ്ടും. ആൻഡ് ഡ്രൈഡ് ബോട്ടംസ്, വല്ലാതെ വയറ് ഊതി വീർത്തിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നും ആഹാരം ഇല്ലാത്ത, വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ് കുട്ടികളുള്ളത്. വിത്ത് ദെയർ ബ്ലോൺ ബെല്ലീസ്, അവരുടെ ബെല്ലീസ് ഒക്കെ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർത്തിരിക്കുന്നു. ദേ സ്ട്രഗിൾ ടു വാക്ക്, അവർക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല. ദ മദേഴ്സ് അറ്റ് ദ ക്യാമ്പ് ഹാവ് സീസ്ഡ് ടു വറി അബൌട്ട് ദ ചിൽഡ്രൻ. കുട്ടികളെ കുറിച്ച് വറി ചെയ്യുന്ന കാര്യത്തില് പല അമ്മമാരും ഉപേക്ഷ വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ദേ ആർ സീസ്ഡ്, അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ടു ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്നു. നോയിങ് ദേ ആർ ഗോയിങ് ടു ഡൈ, അവരുടനെ മരിക്കുമല്ലോ എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, ആ റിയലൈസേഷൻ കൊണ്ടാണ്. Only one mother seems to care for her child even though she knows the child will die soon. Even though the refugee mother knows that the child will die soon. എന്നിട്ടും അമ്മ കുഞ്ഞിനെ ഇങ്ങനെ അവന്റെ മുടിയൊക്കെ തലോടി കൊടുത്ത് അവന്റെ അടുത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാഴ്ച. സോ ഹാർട്ട് റെൻഡിങ് ആയിട്ടുള്ള, ഇറ്റ്സ് എ ഹാർട്ട് റെൻഡിങ് സൈറ്റ് അല്ലെ, ഹൃദയഭേദകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ കോംബിംഗ് ഓഫ് ചൈൽഡ്സ് ഹെയർ ബൈ ഹിസ് മദർ കമ്പയർഡ് ടു? സോ നമ്മുടെ പോയത്തില് നമ്മൾ അപ്രിസിയേഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ദ മദർ കെയർഫുള്ളി കോംസ് ഹെർ ചൈൽഡ്സ് ഹെയർ. മകന്റെ ഹെയർ പതുക്കെ കെയർഫുൾ ആയിട്ട് കോംബ് ചെയ്യുന്നു. ദിസ് ഈസ് This is compared to the act of placing flowers on a tiny grave. ഒരു ചെറിയ കുഴിമാടത്തില് പൂക്കൾ വെക്കുന്നത് പോലെയായിരുന്നു അത്. The poet implies that this action is a little used as soon the child will also die. ഈ ഒരു ചെറിയ ആക്ഷൻ അവൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുന്ന ഒരു ചെറിയ ആക്ഷൻ ആയിട്ട്
പോയിട്ട് അവിടെ പറയുന്നുണ്ട്. ഹു ഷുഡ് ഫോർഗെറ്റ് ഹൂം ആൻഡ് വൈ? വരികൾ തന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് പോയം ഏതാണെന്നും പോയിട്ട് ഏതാണെന്നും ഒക്കെ നിങ്ങളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങളും നിങ്ങളെ ചിലപ്പോൾ കൺഫ്യൂസിങ് ആക്കിയേക്കാം. ഹൂ ഷുഡ് ഫോർഗെറ്റ്? ആരാണ് ഇവിടെ മറക്കേണ്ടത്? ആരെയാണ് മറക്കേണ്ടത്? എന്തുകൊണ്ടാണ് മറക്കേണ്ടത്? ഇതാണ് ചോദ്യം. ദ മദർ വുഡ് സൂൺ ഹാവ് ടു ഫോർഗെറ്റ് ഹർ സൺ. ദാറ്റ് ഇസ് ദി ആൻസർ. അമ്മയാണ് മകനെ വേഗം തന്നെ മറക്കേണ്ടിയിരിക്കുന്നു. ദിസ് ഇസ് ബിക്കോസ് ഹി ഈസ് അപ്രോച്ചിങ് ഡെത്ത് ഡ്യൂ ടു മാൽ ന്യൂട്രീഷൻ. ഇതിന്റെ റീസൺ എന്താണ്? അവൻ മാൽ ന്യൂട്രീഷൻ കൊണ്ട് മരണപ്പെടാൻ പോകുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് അമ്മ അവനെ വേഗം തന്നെ മറക്കേണ്ടിയിരിക്കുന്നു എന്ന് പോയിട്ട് പറയുന്നത്. So next question, how is the hair combing of child similar to putting flowers on a grave? Same question ആണ്, ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ they can be asked like, what effect does the description of tiny grave have on you? നിങ്ങൾക്ക് ആ വരികൾ വായിച്ചപ്പോൾ എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത്? അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്ത് എഫക്റ്റ് ആണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, the mother is watching her son die. മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ. Her act of love and kindness towards her dying child is beyond words. വാക്കുകൾക്കൊക്കെ അപ്പുറമാണ് അല്ലെ അമ്മയുടെ ആ സ്നേഹം. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ വളരെ പ്യുവർ ആയിട്ടുള്ള ലവ് ആയിട്ടാണ് കാണുന്നത് അല്ലെ, ഒരു കലർപ്പും ഇല്ലാത്ത സ്നേഹം. The sight of a mother combing the hair of dying child is horrible. So this sight, ഈ ഒരു കാഴ്ചയില്ലേ, ഓഫ് എ മദർ കോംബിങ് ദ ഹെയർ ഓഫ് എ ഡൈയിങ് ചൈൽഡ് ഇസ് ഹൊറിബിൾ. നമ്മൾ ഓരോരുത്തർക്കും അതൊരു വല്ലാത്ത ഇറ്റ്സ് എ ഹൊറിബിൾ സൈറ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. When the author compares the act like putting flowers on a grave, it adds the intensity of the situation. കവിതയുടെ ഇന്റൻസിറ്റി അല്ലെ, കവി ഉദ്ദേശിക്കുന്ന ആ ഓരോ വാക്കുകളുടെയും ഇന്റൻസിറ്റി, ആ സിറ്റുവേഷന്റെ ഇന്റൻസിറ്റിക്ക് ഒരല്പം കൂടെ കാഠിന്യം കൊടുക്കുന്നത് അമ്മ തലോടുന്നു എന്ന് പറഞ്ഞപ്പോ മാത്രമല്ല, ആ തലോടുന്നത് പോയിട്ട് കമ്പയർ ചെയ്യാണ് ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള ഒരു ഗ്രേവിലും ഫ്ലവേഴ്സ് വെക്കുന്നത് പോലെയാണെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് ദ മദർ ഇൻ ദ പോയം ഡിഫറെന്റ് ഫ്രം ദോസ് അറൌണ്ട് ഹർ? ഓൾറെഡി പറഞ്ഞതാണ്. അഗെയിൻ നമ്മൾ ഒന്നുകൂടി അതിനെ ഒന്നുകൂടെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ എംഫസൈസ് കൊടുത്ത് പറയുന്നു. മോസ്റ്റ് ഓഫ് ദ ഹെൽപ്ലെസ് മദേഴ്സ് ഇൻ ദ റിഫ്യൂജി ക്യാമ്പ് സീം ടു ഹാവ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ആൻഡ് ആർ വെയിറ്റിംഗ് ഫോർ ദി ഇമ്മിനന്റ് ഡെത്ത് ഓഫ് ദ ചിൽഡ്രൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടികൾ മരിക്കാൻ സാധ്യതയുള്ള കുട്ടികളാണ് എല്ലാവരും. അവരെല്ലാം മാൽന്യൂട്രീഷൻ കൊണ്ട് സ്റ്റാർവേഷൻ കൊണ്ടൊക്കെ വയ്യാണ്ടായ കുട്ടികളാണ്. They have stopped caring for their dying children. But this mother still pampers and cares her child, believing that she can be revived. ഈ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കൂടെ അമ്മ ഇങ്ങനെ പാമ്പർ ചെയ്ത് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ആ അമ്മ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പോയിട്ട് എടുത്തു പറയുന്നുണ്ട്. That is our refugee mother. So next question, what is the image of a refugee mother and her child more tender than Madonna and child? എന്തുകൊണ്ടാണ് പോയിട്ട് ജീസസ് ക്രൈസ്റ്റിന്റെയും കന്യാമറിയത്തിന്റെയും പടമൊക്കെ ഈ പടത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞത്? അതാണ് ചോദ്യം. The refugee mother cares for her child with great affection, also in the midst of poverty and misery. മിസറീസിന്റെയും പോവർട്ടിയുടെയും ഒക്കെ നടുക്ക് അല്ലെ, യാതനകളുടെയും പട്ടിണിയുടെയും ഒക്കെ നടുക്കാണ് അമ്മ കുഞ്ഞിനോട് ഇങ്ങനെ അഫെക്ഷൻ കാണിക്കുന്നത്. ദിസ് മേക്സ് ദ പോയിറ്റ് തിങ്ക് ദാറ്റ് ദെയർ ഇമേജ് ഇസ് മോർ ടെൻഡർ ദാൻ മഡോണ ആൻഡ് ചൈൽഡ്. ആ കൈൻഡ് ഫുൾ ആയിട്ടുള്ള ആക്ഷൻ കണ്ടപ്പോഴാണ് പോയിട്ട് പറഞ്ഞത് മഡോണ ആൻഡ് ചൈൽഡിന്റെ ഇമേജിനേക്കാളും മുകളിലാണ്, ഇറ്റ് ഇസ് ബിയോണ്ട് ദാറ്റ് എന്ന് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രം യുവർ ടെക്സ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ്. പേജ് നമ്പർ 98 റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതേ ചോദ്യങ്ങളാണ്. ഹു ഇസ് ദ മദർ ഇൻ ദ ക്യാമ്പ് കമ്പയർഡ് ടു? നമുക്കറിയാവുന്ന ചോദ്യമാണ്. അഗെയിൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് വെർജിൻ മേരി ആൻഡ് ക്രൈസ്റ്റ് എന്നെങ്കിലും എഴുതിയാൽ യു ക്യാൻ സ്കോർ മാർക്സ്. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. The poet compares the mother and child to images of Virgin Mary and Christ. Okay.
സോ വൈ ഈസ് ദി എയർ ഹെവി വിത്ത് ഓർഡേഴ്സ്? അവിടെ വല്ലാത്ത മണമാണ് തങ്ങി നിൽക്കുന്നതെന്ന് പോയിട്ട് പറയുന്നുണ്ട് ആ റെഫ്യൂജി ക്യാമ്പിൽ. ദി എയർ ഇൻ ദി റെഫ്യൂജി ക്യാമ്പ് ഹാസ് കെപ്റ്റ് അൺപ്ലസന്റ് സ്മെൽ ഓഫ് ഡയറിയ ഓഫ് അൺവാഷ്ഡ് ചിൽഡ്രൻ. അവിടെ ഡയറിയ ബാധിച്ച കുട്ടികളെ വാഷ് ചെയ്യാത്ത കുട്ടികളെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു സ്മെല്ല് ആ എയർ മുഴുവനും ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു എന്ന് പോയിട്ട് പറയുന്നു. What is the mother doing as she sings in her eyes? കണ്ണുകളിൽ ഒരു പാട്ട് പോലെ അവൾ എന്തോ പാടുന്നുണ്ട്. എന്നിട്ട് കുട്ടിയെ എന്താ ചെയ്യുന്നതെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ആ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചോദ്യം. The mother is combing the rust colored hair. ആ ചെമ്പൻ നിറമുള്ള മുടി ഇങ്ങനെ തലോടി കൊടുക്കുകയാണ്. റസ്റ്റ് കളേർഡ്, തുരുമ്പിന്റെ നിറമാണ് കേട്ടോ. On the skull of her dying child as she sings in her eyes. ആ കണ്ണുകളിൽ ഒരു പാട്ട് പോലെ, ഒരു ലലബി ആയിരിക്കാം മേ ബി, ഒരു താരാട്ട് എന്നോണം അമ്മ ഇങ്ങനെ കുഞ്ഞിനെ തലോടി കൊടുക്കാണ്. The last question, what does another life stand for? So another life we can say is like നമുക്ക് പോസിബിൾ അല്ലാത്ത, കറന്റ്ലി പോസിബിൾ അല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ചാണ് പോയിട്ട് പറയുന്നത്. കുട്ടിയെ തലോടുന്നത് സാധാരണ ഒരു അമ്മ ചെയ്യുന്ന ഒരു ഡെയിലി ആക്ട് പോലെയാണെങ്കിൽ ഇവിടെ അതല്ല സിറ്റുവേഷൻ. സോ ദ സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ്. In these lines, the poet says that the mother is carefully combing the hair of her child. കുട്ടിയുടെ ഹെയർ വളരെ കെയർഫുൾ ആയിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്ന അമ്മ. The poet says that all the mothers comb the hair of their children daily. എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളുടെ മുടിയിൽ കൊടുക്കുന്നുണ്ടാവും അല്ലെ ഡെയിലി. സോ ഇറ്റ്സ് എ റൊട്ടീൻ, ഒരു ഭാഗമാണ്, നമ്മുടെ റൊട്ടീന്റെ ഒരു ഭാഗമാണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ തിങ് ഇൻ എ ഡെയിലി ലൈഫ്. യാ, mothers do it either before breakfast or before sending them school. കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിന് മുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പോ ഒക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. But this mother is combing the hair as if she is putting flowers on a tiny grave. ഇവിടെ റെഫ്യൂജി മദർ ചെയ്യുന്നത് ഒരു ഡെയിലി ആക്ട് എന്നുള്ള രീതിയിലല്ല. ഇറ്റ്സ് നോട്ട് എ റൊട്ടീൻ. ഇത്തവണ അവർ ചെയ്യുമ്പോ നമ്മള് ബിഫോർ ഹാൻഡ് പറഞ്ഞതുപോലെ ഷീസ് പുട്ടിംഗ് ഫ്ലവേഴ്സ് ഓൺ എ ടൈനി ഗ്രേവ്. ഷീസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. ഒരു ടൈനി ഗ്രേവിൽ ഫ്ലവേഴ്സ് വെക്കുന്നത് പോലെയാണ് അവരത് ചെയ്തത്. ഇറ്റ് ഈസ് ദി ഫൈനൽ ആക്ട് ഓഫ് ലവ് ഫോർ എ ചൈൽഡ് ഹു ഇസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോവുക അല്ല ഇവിടെ കുട്ടി, അല്ലേ? ബട്ട് ദ ചൈൽഡ് ഇസ് ലീവിംഗ് ദ വേൾഡ് ഫോർ എവർ. ഈ ലോകത്തോട് തന്നെ വിട പറയുകയാണ്. ഓവറോൾ ഇറ്റ് ഈസ് എ സാഡ് പോയം വിച്ച് ഷോസ് ദ ലവ് ഓഫ് എ മദർ ഫോർ ചൈൽഡ്. കുട്ടിയോടുള്ള അമ്മയുടെ അടങ്ങാത്ത സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പോയത്തിനെ കാണാൻ പറയാം. ഓക്കെ, സോ ഗോയിങ് ടു എൻഡ് ദ ക്ലാസ്. നമ്മള് ഈ ഒരു വൈൻഡ് അപ്പിംഗ് സെഷന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എക്സാമിന് ഉറപ്പായും ചോദിക്കും. അത് 4 മാർക്സിനായിരിക്കാം, 6 മാർക്കിനായിരിക്കാം, സംടൈംസ് എസ്എ ക്വസ്റ്റിനായിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോ 8 മാർക്കിന് ചോദിച്ചാലും നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള കണ്ടന്റ് ഉണ്ടാവണം. അതർവൈസ് നമ്മള് ബിഫോർ നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഏജ് വൈസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഏജസില് സ്റ്റേജസിൽ നിൽക്കുന്നതാണ് ഓരോരുത്തരും. നിങ്ങളുടെ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോ ഈ ഒരു ലോങ് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ മിനിമം കീ പോയിന്റ്സ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് എക്സാം ആണ്, നമുക്ക് ശീലമില്ലാത്ത ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും എക്സാം ഹാളിൽ ഉണ്ടാവുക. സോ യു ഹാവ് ടു സംഹൗ യു ഹാവ് ടു ലേൺ ദിസ്. പഠിച്ചേ മതിയാകൂ. ഒരു ജിസ്റ്റ് ആണ് പറയുന്നത്. ഈ ഒരു 5 പോയിന്റിലായിട്ട് പോയത്തിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഉദ്ദേശം. സോ കീ പോയിന്റ്സ് ഒന്ന് പറയാം. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡില് ചിനുവ അച്ചബി നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്, എ മദർ വിത്ത് എ ഡൈയിങ് ചൈൽഡ് അറ്റ് വൺ of the Biafran refugee camp conveys the pathetic story of all those who suffer in Africa. ആഫ്രിക്കയില് ബയഫ്ര എന്ന് പറയുന്ന സ്റ്റേറ്റില്, ആ ഒരു സ്റ്റേറ്റ് ഇൻ വെസ്റ്റ് ആഫ്രിക്കയിലുള്ള സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു ക്യാമ്പിൽ നടക്കുന്ന, റെഫ്യൂജി ക്യാമ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് പോയിട്ട് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു പത്തറ്റിക് സ്റ്റോറിയാണ് അല്ലെ? വളരെ വേദന തരുന്ന ഒരു സ്റ്റോറിയാണ്. അത് ശരിക്കും ആഫ്രിക്കയിലുള്ള എല്ലാ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മള് വേറൊരു രാജ്യത്ത്
നിന്ന് ഈ ഒരു പോയം റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഫ്രിക്കയിലുള്ള ആ റെഫ്യൂജി ക്യാമ്പിലുള്ള അമ്മയോടും കുഞ്ഞിനോടും വല്ലാത്ത സിമ്പതി തോന്നുന്നില്ലേ? അതാണ് പോയിറ്റിന്റെ വിജയവും. സോ ഷീസ് കോമ്പിങ് ദ റെസ്റ്റ് കളേർഡ് ഹെയർ ലെഫ്റ്റ് ഓൺ ഹിസ് സ്കൽ. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയാണ് പോയത്തില്. ഷീ നോസ് ദാറ്റ് സോൺ ഷീ ഹാസ് ടു ഫോർഗെറ്റ് ഹർ സൺ ബിക്കോസ് ഹി വിൽ നോട്ട് സർവൈവ് ഫോർ ലോങ്. ഇനി അവന് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് മദർ ഹാസ് എ സ്ലൈറ്റ് റേ ഓഫ് ഹോപ്പ്. എന്നാലും അമ്മയ്ക്ക് ഒരു നേരിയ പ്രതീക്ഷയുണ്ട് കേട്ടോ. ദാറ്റ് ഹർ സൺ വിൽ സർവൈവ്. കുട്ടിക്ക് വീണ്ടും സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് അമ്മയ്ക്ക്. There is no food, contaminated water, air. There has a bad odors of diarrhea of unwashed children. There is no food, then a comma. Contaminated water, അവിടെ ആഹാരമില്ല, അവിടെ ഉള്ളത് അശുദ്ധജലമാണ്. ശുദ്ധജലം അവിടെ അവൈലബിൾ അല്ല. അവിടെയുള്ള എയറിന് വല്ലാത്ത ബാഡ് ആയിട്ടുള്ള സ്മെല്ലാണുള്ളത്. They all are going to die of malnutrition and disease. അസുഖം വന്ന് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ കൊണ്ട് പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് കുട്ടികൾ മരിച്ചു വീഴുകയാണ് അവിടെ. ദേ ഹാവ് വാഷ്ഡ് ഔട്ട് റിബ്സ്. അവർക്കുള്ളത് അവരുടെ റിബ്സ്, അവരുടെ വാരിയെല്ലുകൾ ഇങ്ങനെ ഉന്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദ മെയിൻ തിങ് ഇസ് പോവേർട്ടി. പട്ടിണി തന്നെയാണ് ഇതിനകത്തെ ഈ ഒരു പോയത്തിലെ മെയിൻ തീം എന്ന് പറയുന്നത്. ദിസ് പോയം ഈസ് എൻ ഐ ഓപ്പണർ ടു ദ ബിറ്റർ റിയാലിറ്റീസ് ഓഫ് ഹോണ്ടിങ് ആഫ്രിക്ക. ആഫ്രിക്കയെ വേട്ടയാടുന്ന ബിറ്റർ റിയാലിറ്റീസ് ആണ് ഇതൊക്കെ. കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇത് ശരിക്കും നമുക്കൊരു ഐ ഓപ്പണർ ആണ്, ഒരു ടോർച്ച് പോലെ അല്ലെ. ആഫ്രിക്കയിലേക്ക് ടോർച്ച് അടിച്ച് നമ്മളെ കാണിച്ചു തരാണ്. ഇതെല്ലാം പോയിട്ട് വളരെ കുറച്ച് വരികളിൽ അദ്ദേഹം എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ദ സിറ്റുവേഷൻ, ദ പത്തറ്റിക് സിറ്റുവേഷൻ ഓഫ് ആഫ്രിക്ക. So that's all about the poem Refugee Mother and Child. So this is the end of our session. Refugee Mother and Child പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലാണ് ഇതിനകത്ത് ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്രിസിയേഷനും ഒക്കെ ഉൾപ്പെടുത്തിയത്. സോ ട്രൈ ടു ലേൺ ദിസ്. ഹാപ്പി ലേണിംഗ്.